റിയാസ്ക, എനിക്ക് പെർഫ്യൂമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. എന്താണ് പെർഫ്യൂംസും അത്തറും തമ്മിലുള്ള വ്യത്യാസം? പെർഫ്യൂംസും അത്തറും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാല് പിന്നെ നമ്മള് പെർഫ്യൂം ആകുന്ന മുന്നുള്ള രൂപമാണ് അത്തർ, അല്ലെങ്കിൽ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ പെർഫ്യൂം ഓയിൽ. പെർഫ്യൂം ഓയിൽസ് എന്നാണ് പിന്നെ നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കുക. പെർഫ്യൂം ഓയിൽസ് പറഞ്ഞാല് അതൊരു ഓയിൽ ഫോമിലാണ്. അതിൽ നാച്ചുറൽ ആയിട്ടുള്ളതുകൊണ്ട് സിന്തറ്റിക് ആയിട്ടുള്ളതുകൊണ്ട് ഫ്രാഗ്രൻസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള അതിന്റെ ഒരു എസൻസ് ആണ് പെർഫ്യൂം ഓയിൽ. പിന്നെ അതിൽ തന്നെ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന, പിന്നെ ഈ വില കുറഞ്ഞ മാസ് മാർക്കറ്റ് ആയിട്ട് സെയിൽ ചെയ്ത് പോകുന്ന അത്തറുകള്, പിന്നെ കോൺസെൻട്രേറ്റഡ് പെർഫ്യൂം ഓയിൽസ് എന്ന് പറയും. അപ്പൊ അതായത് അതിൽ കംപ്ലീറ്റ് ആയിട്ട് അത്തറല്ല, അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാക്ട് അല്ല, അതിൽ വേറെ സാധനങ്ങൾ ആഡ് ചെയ്യും. പിന്നെ പെർഫ്യൂംസ് എന്ന് പറയുമ്പോൾ ഈ അത്തറുകൾ അല്ലെങ്കിൽ പെർഫ്യൂം ഓയില്, ഈ സാധനത്തിലേക്ക് ഡീനാച്ചുവേർഡ് പെർഫ്യൂം ഗ്രേഡ് എത്തനോൾ ഈ സാധനം മിക്സ് ചെയ്യും. അങ്ങനെയാണ്, അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം. അതാണ് ഏറ്റവും മിനിമം നമ്മൾ അത് മിക്സ് ചെയ്താല് പെർഫ്യൂം ആയി. അതല്ലാതെ പിന്നെ അതിന്റെ കൂടെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കോൺസെൻട്രേറ്റഡ് പെർഫ്യൂം ഓയിൽസ് ഉണ്ട്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ബാക്കി സാധനങ്ങളുണ്ട്. അത് ആ സാധനങ്ങൾക്ക് ഈ എത്തനോൾ മിക്സ് ചെയ്താലും പെർഫ്യൂം ആയി. പക്ഷെ മിക്സ് ചെയ്ത് ഇൻസ്റ്റന്റ്ലി പെർഫ്യൂം ആവുമെങ്കിലും അതിന്റെ റിസൾട്ട് കിട്ടാൻ കുറച്ചുകൂടെ സമയം കിട്ടും.